5 ആയുള്ളൂ. പിന്നെ അല്ലാണ്ട് എന്താ ചെയ്യുക? എന്തിനാ നിങ്ങൾ ഈ ഭൂമിയുടെ അപ്പുറത്തിരുന്നുകൊണ്ട് ടെൻഷൻ എടുക്കുന്നത്? ആ നാട് അതിന്റെ രീതിയിൽ പൊക്കോളും, ഒരു പ്രശ്നമില്ല. നിങ്ങൾ ടെൻഷൻ എടുക്കാണ്ടിരുന്നാൽ മതി, ഇവിടെ ശരിയാക്കിയാൽ മതി നിങ്ങൾ എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. ഏതായാലും അദ്ദേഹം പോയി കിടന്നുറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാറ് എന്നെ രാവിലെ 5 മണിക്ക് വെച്ചു. 5 മണിക്ക് ഞാൻ വെച്ചതല്ല, വെക്കാൻ പാകത്തിന് എൻ്റെ അടുത്തൊന്ന് തട്ടിയത് എന്തിനാ? റൂമിൽ വന്നിട്ട് എനിക്ക് ജെറ്റ് ലാഗ് ഉണ്ട്, എനിക്ക് അവിടെ പകലാവുമ്പോഴാണ് നിങ്ങൾക്ക് ഇവിടെ രാത്രി. അതുകൊണ്ട് എനിക്ക് രാത്രി ഉറക്കമില്ല, കുഴപ്പമില്ല, തട്ടിയാലും എനിക്ക് എഴുന്നേൽക്കാം. നിങ്ങൾക്ക് ഉറങ്ങേണ്ട സമയത്താണ് നിങ്ങൾ എഴുന്നേറ്റ് വന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് ഈ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാന്ന് ചോദിച്ചത്. ഒറ്റ കാര്യം ചെയ്താൽ മതി, ലോകത്തിൽ നടക്കുന്ന നെഗറ്റീവുകളുടെ എല്ലാം പ്രാരബ്ധം നിങ്ങൾ ചുമലിൽ ഏൽക്കാതിരിക്കുക. അത് അതിന്റെ സിസ്റ്റത്തിലൂടെ പോകും. നാഗസാക്കിയിലും ഹിരോഷിമയിലും ഒന്നും ആറ്റം ബോംബിട്ടത് നിങ്ങളല്ലല്ലോ. അതിട്ടവരിട്ടു, ചത്തവർ ചത്തു. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ അർത്ഥം ലോകത്തിന് മുമ്പിൽ കണ്ണടച്ചിരിക്കണം എന്നല്ല. അപ്പം നമ്മൾ പലതും നടക്കും. നമ്മുടെ ഒരു ദേവസ്വം മന്ത്രി ഉണ്ട് അവിടെ, അദ്ദേഹം പലതും സംസാരിക്കും, വലിയ കുഴപ്പമൊന്നുമില്ല. അതിന് നിങ്ങളെന്തിനാ ചൂടാക്കുന്നത്? അദ്ദേഹത്തിന് ഇത്തിരി കുഴപ്പമുണ്ട്, അതിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? മറ്റുള്ളവർക്ക് പലതും ചെയ്യാൻ ഇദ്ദേഹം മുമ്പിൽ നിന്നു കൊടുക്കാണ്. വലിയ പ്രശ്നമൊന്നും വരാനൊന്നും പോണില്ല അവിടെ. പിന്നെ അത് കാരണം ഇതൊക്കെ ഇതിന്റെ കൂട്ടത്തിലുള്ളതാണ്. എന്താ പറയുന്നത്? നാട്ടുകാർ കയ്യേറിയിരിക്കുന്ന ലാൻഡ് കണ്ടില്ലേ? നാട്ടുകാർ കയ്യേറി കഴിഞ്ഞാൽ വേറെ വല്ലവരും എടുത്ത് തിരിച്ചു പിടിക്കും, അത്രേ ഉള്ളൂ. നിങ്ങൾ കയ്യേറിയിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ പരിശ്രമിക്കുന്നത്? കയ്യേറിയവർ തന്നെ കൊടുക്കേണ്ടി വരുമോ വരാതിരിക്കുകയോ ഒക്കെ ചെയ്തോട്ടെ. നമ്മുടെ സിസ്റ്റം നോർമലാക്കി വെക്കുക. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഫോർ എവറി ആക്ഷൻ, നിങ്ങളുടെ പ്രവൃത്തി നല്ലതായാൽ നിങ്ങൾ ലോകത്തിന്റെ എല്ലാത്തിനെയും കുറിച്ച് വിലയിരുത്തിപ്പെടാതിരിക്കുക. അപ്പം മനസ്സിന് സന്തോഷം ഉണ്ടാവണം. അതിന് നന്മകൾ കേൾക്കാനും കേൾപ്പിക്കാനും കാണാനും കാണിപ്പിക്കാനും ചർച്ച ചെയ്യാനും ചർച്ച ചെയ്യിപ്പിക്കാനും ചിന്തിക്കാനും ചിന്തിപ്പിക്കാനും സാധിക്കണം. 2, ശരീരത്തിന്റെ നന്മയ്ക്ക് ആഹാരം കുറേ സാത്വികമാക്കുക. ലിക്കർ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. വെജിറ്റേറിയനിസത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുമെങ്കിൽ വരിക. പെട്ടെന്നൊന്നും വെജിറ്റേറിയൻ ആവാൻ പറ്റില്ല സാറേ എന്ന് പലരും പറയാറുണ്ട്. പെട്ടെന്നാവാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇന്ന് വൈകുന്നേരം മുതൽക്കായാൽ മതി, നാളത്തേക്ക് വെയിറ്റ് ചെയ്യണ്ട. അപ്പോ വെജിറ്റേറിയൻ ഭക്ഷണം. 2, നമ്മുടെ പ്രവൃത്തി നന്മ നിറഞ്ഞതാക്കുക. അതുപോലെ തന്നെ ആചാരങ്ങൾ, കുറച്ച് ആചാരങ്ങൾ, ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന ആചാരങ്ങൾ. ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും. The acharas which you are following should be rational, it should be logical, and also it should be scientific. അതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ എപ്പോഴും പറഞ്ഞത്. The science without a religion is blind. Religion without science is lame. ഇത് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് ഭഗവത്ഗീത പഠിച്ചതിന് ശേഷം. ജ്ഞാനം വിജ്ഞാനസഹിതം യത് ജ്ഞാത്വാ മുക്ഷ്യത്തെ അശുഭാത്. ഏത് കർമ്മം ചെയ്യുകയാണെങ്കിലും വിജ്ഞാനസഹിതം. വിജ്ഞാനം, ശാസ്ത്രം, സയൻസ് കൊണ്ട് അനലൈസ് ചെയ്ത് വേണം ആചാരങ്ങൾ പകർത്താൻ. അപ്പോൾ ശരീരത്തിൻ്റെ. 3ാമതായിട്ട് നിങ്ങളുടെ കുടുംബത്തിൻ്റെ. 5 വരി ഞാൻ നിങ്ങളോട് പറയാം, വേണമെങ്കിൽ 4 ആക്കി കുറയ്ക്കാം. അത് നിങ്ങൾ ഓർക്കണം. 2 പ്രാവശ്യം ഞാനത് പറയാം. ഭാര്യയ്ക്ക് ഇടയ്ക്കെങ്കിലും തോന്നണം, ഇതുപോലൊരു ഭർത്താവിൻ്റെ ഭാര്യയാവാൻ സാധിച്ചത് പുണ്യം കൊണ്ടാണെന്ന്. എപ്പോഴും തോന്നിയെന്ന് വരില്ല, ഇടയ്ക്കെങ്കിലും തോന്നണം. ഭർത്താവിന് തോന്നണം, ഇതുപോലൊരു ഭാര്യയെ കിട്ടിയത് ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ടാണ്. ആ തോന്നല് ഭർത്താവിൽ ഉണ്ടാക്കിപ്പിക്കേണ്ടത് ഭാര്യയുടെ കർത്തവ്യം. ഭാര്യയിൽ തോന്നലുണ്ടാക്കേണ്ടത് ഭർത്താവിൻ്റെ ധർമ്മം. മക്കളോട് അച്ഛനും അമ്മയും ഇടയ്ക്കെങ്കിലും പറയണം. തോന്നിയാ പോരാ, പറയണം. നിങ്ങളെപ്പോലെ മക്കളെ കിട്ടിയത് ഞങ്ങളുടെ പുണ്യമാണ് എന്ന് മക്കൾക്ക് തോന്നണം. ഇതുപോലൊരു അച്ഛൻ്റെയും അമ്മയുടെയും മകളായി ജനിക്കാൻ സാധിച്ചത് ഭാഗ്യം കൊണ്ടാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നു മുതൽക്ക് പ്രായോഗികമാക്കണം. ഒരു ബുദ്ധിമുട്ടും ഇല്ല. 10 ദിർഹം ചെലവില്ല, ഒറ്റ പൈസ ചെലവില്ല. വീണ്ടും ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഭാര്യയ്ക്ക് എപ്പോഴും തോന്നണം ഇത് മാതിരി ഭർത്താവിൻ്റെ ഭാര്യയാവാൻ സാധിച്ചെന്നല്ല. ബുദ്ധിമുട്ടാണ്, ഇടയ്ക്കെങ്കിലും തോന്നണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഭർത്താവിന് തോന്നണം, ഇടയ്ക്കെങ്കിലും തോന്നണം. ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലൊരു സ്ത്രീയുടെ ഭർത്താവാൻ സാധിച്ചത് ഭാഗ്യമാണ്. മക്കളോട് പറയണം, നിങ്ങളെപ്പോലെ മക്കളെ കിട്ടിയത് അച്ഛൻ്റെയും അമ്മയുടെയും പുണ്യമാണ്. അച്ഛനും അമ്മയ്ക്കും
അച്ഛനമ്മയെയും കുറിച്ച് മക്കൾക്ക് തോന്നണം. ഇതുപോലെ മാതാപിതാക്കളുടെ മക്കളായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയത് പുണ്യം കൊണ്ടാണ് എന്ന് എന്നും ഓർമ്മിക്കുക. നിങ്ങൾ നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും എങ്ങനെയാണോ പെരുമാറിയിരുന്നത് അതുപോലെ ആയിരിക്കും നിങ്ങളുടെ മക്കൾ നിങ്ങളോട് പെരുമാറുക. ഫോർ എവറി ആക്ഷൻ there is an equal and opposite action. നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും നിങ്ങൾ കുത്തുവാള എടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കണ്ട, നിങ്ങളുടെ മക്കൾ നിങ്ങളെയും എടുപ്പിക്കും. അത് പ്രകൃതി നിയമമാണത്, പ്രകൃതി നിയമമാണ്. ഹുമയൂണിനെ അക്ബർ കുത്തുവാള എടുപ്പിച്ചു, അക്ബറെ ഷാജഹാൻ കുത്തുവാള എടുപ്പിച്ചു, ഷാജഹാനെ ഔറംഗസീബ് കുത്തുവാള എടുപ്പിച്ചു, ഔറംഗസീബിനെ ദാവീദ് കുത്തുവാള എടുപ്പിച്ചു, ദാവീദിനെ മൊറാദ് കുത്തുവാള എടുപ്പിച്ചു, മൊറാദിനെ എലീശ കുത്തുവാള എടുപ്പിച്ചു. എല്ലാത്തിനെയും അച്ഛന്മാരെ മക്കൾ കൊന്നു. കൊന്നതാ. അവസാനം എലീശ കാളവണ്ടി മുട്ടി നരകിച്ച് പഴുത്ത് മരിച്ചു. ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ജന്മം നൽകി, നിങ്ങളെ വളർത്തി, നിങ്ങൾ പിച്ച വെച്ച് നടക്കുമ്പോൾ അത് കണ്ട് ആസ്വദിച്ച അച്ഛനും അമ്മയുമുണ്ട്. നിങ്ങളുടെ ചിരി കണ്ട് നിറഞ്ഞ ഹൃദയത്തോടുകൂടി വാരിയെടുത്ത് ഉമ്മ വെച്ച നിങ്ങളുടെ അച്ഛനും അമ്മയുമുണ്ട്. കൈപിടിച്ച് നിങ്ങൾ പിച്ച വെച്ച് നടക്കുമ്പോൾ അച്ഛനെയും അമ്മയെയും നോക്കി നിങ്ങൾ ചിരിച്ച ഒരു കാലമുണ്ട്. മാത്രമല്ല, നിങ്ങൾ താഴെ വീഴുമ്പോൾ, നിങ്ങൾ കരയുമ്പോൾ വാരിയെടുത്ത് കണ്ണുനീര് തുടച്ച് മാറോട് ചേർത്ത് വെച്ച മാതാപിതാക്കൾ നിങ്ങൾക്കുണ്ട്. അവരെന്നും പ്രാർത്ഥിച്ചത് മക്കൾക്ക് നന്മ വരട്ടെ എന്നാണ്. അവരെത്ര രാത്രികൾ ഉറങ്ങാതിരുന്നിട്ടുണ്ട്, അതൊന്നും അവരെണ്ണിയിട്ടില്ല. അവരെത്ര സമ്പത്ത് നിങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്, അതും അവരെഴുതി വെച്ചിട്ടില്ല. അവരുടെ ജീവിതത്തിലെ സമയം റെക്കോർഡ് ചെയ്തിട്ടില്ല. അവര് ഓർമ്മിക്കുക, അവരാണ് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉടമസ്ഥര്. നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ ഭർത്താവുമല്ല നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉടമസ്ഥര്. അവരില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വരില്ല, ഉറപ്പാണ്. ആ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഗ്രഹം സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അമ്മയുടെ അനുഗ്രഹമാണ്. ആ അമ്മയുടെ അനുഗ്രഹം തലയ്ക്ക് കൈവച്ച് എൻ്റെ മക്കൾ നന്നായി വരും എന്നൊരനുഗ്രഹം വാങ്ങിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലോകത്തിലെ ഏത് മരുഭൂമിയിൽ ചെന്നാലും ദാഹിക്കുമ്പോൾ കുടിക്കാൻ വെള്ളം കിട്ടും. അമ്മയുടെയും അച്ഛൻ്റെയും അനുഗ്രഹം വാങ്ങിക്കാൻ നിങ്ങൾക്ക് യോഗം കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഏത് ഗംഗാതീരത്ത് താമസിച്ചാലും നിങ്ങൾക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കിട്ടില്ല. അതാണ് ജീവിതം, അതാണ് ഭാരതം. നിങ്ങൾ LKGയിലും UKGയിലേക്കും പോകുമ്പോൾ അമ്മയോ അച്ഛനോ വന്ന് സ്കൂളിൽ കൊണ്ടാക്കി യാത്ര പറഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ കരഞ്ഞ ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് അച്ഛനോ അമ്മയോ നിങ്ങളെ കൊണ്ടുപോയവരോ വാഗ്ദാനം ചെയ്തു, 4 മണിക്ക് മോനെ ഞാൻ കൊണ്ടുപോകാൻ വരാം. എൻ്റെ മോളെ കൊണ്ടുപോകാൻ അച്ഛൻ വരില്ലേ? എന്തിനാ എൻ്റെ മോള് കരയുന്നേ എന്ന് ചോദിച്ച അമ്മയും അച്ഛനും ഉണ്ട്. കാലം കുറേ കഴിഞ്ഞു, നിങ്ങൾ വളർന്നു വലുതായി, അച്ഛൻ്റെയും അമ്മയുടെയും യൗവനമെല്ലാം കഴിഞ്ഞു. അവർ വാർദ്ധക്യത്തിലെത്തിയപ്പോൾ നിങ്ങൾ അവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് ദുബായിൽ അബുദാബിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വരാനൊന്നും സാധ്യമല്ല, അച്ഛനെയും അമ്മയും ഇവിടെ വൃദ്ധസദനത്തിലാക്കാം. അവരെ രണ്ടുപേരെയും വൃദ്ധസദനത്തിലാക്കി. ആ വൃദ്ധസദനത്തിൽ ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങൾ ടാറ്റ പറഞ്ഞ അച്ഛനും അമ്മയും കരയും. നിങ്ങളെ സ്കൂളിൽ കൊണ്ടാക്കുന്ന വേളയിൽ അവർ ടാറ്റ പറഞ്ഞു പോയപ്പോൾ നിങ്ങൾ കരഞ്ഞതുപോലെ, നിങ്ങൾ കരഞ്ഞ സമയത്ത് നിങ്ങളുടെ അച്ഛനും അമ്മയും വാഗ്ദാനം ചെയ്തു വൈകുന്നേരം വന്ന് കൊണ്ടുപോകാമെന്ന്. പക്ഷെ നിങ്ങളുടെ അച്ഛനും അമ്മയും കരഞ്ഞപ്പോൾ നിങ്ങൾ വാഗ്ദാനം ചെയ്തില്ല.
വൈകുന്നേരം വന്ന് കൊണ്ടുപോകാമെന്ന്. കാരണം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. അച്ഛനും അമ്മയും നിങ്ങൾക്കൊരു ഭാരമാണ്. ആ ഭാരം നിങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും നിഴലിച്ചിരുന്നു. അച്ഛനോടും അമ്മയോടും പറഞ്ഞു, പുത്രധർമ്മം നിർവഹിച്ചു. എങ്ങനെ? 3 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ട് നിങ്ങൾക്ക് ഭക്ഷണം തരും ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും നെഞ്ചിടിച്ചു. അച്ഛൻ്റെയും അമ്മയുടെയും വിലയാണ് 3 ലക്ഷം രൂപ FD. അതിൻ്റെ ഇൻട്രസ്റ്റിൽ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരവസരം. നിങ്ങൾക്ക് സാധിക്കുന്നത് ചെയ്യണമെന്നേ ഞാൻ പറയുന്നുള്ളൂ.